നമസ്കാരം. കഴിഞ്ഞ 2 ക്ലാസ്സുകളായി നമ്മൾ പ്രോബബിലിറ്റിയെക്കുറിച്ച് വിശദമായി കുറേ ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പുതിയ ടേംസുകൾ കുറേ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. എന്താണ് ഇവൻ്റ് എന്നുള്ളതും, എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്, എന്താണ് സാമ്പിൾ സ്പേസ്, സാമ്പിൾ പോയിൻ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, മ്യൂച്വലി എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്, ഈക്വലി ലൈക്വലി ഇവൻറ്റ്സ്, പിന്നെ പ്രോബബിലിറ്റി കാണുന്ന എങ്ങനെയാണെന്നുള്ളതും കഴിഞ്ഞ 2 ക്ലാസ്സുകളായി വിശദമായി പ്രതിപാദിച്ചതാണ്. അപ്പോൾ അതിനെ തുടർന്നുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് അടുത്ത ചാപ്റ്റർ, അതായത് 9ാമത്തെ ചാപ്റ്ററായ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നുള്ള അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട് പ്രോബബിലിറ്റി ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ കേട്ടതായിരുന്നു ഇവൻറ്റ്സ്, അല്ലേ? ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കേട്ടിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കരുതുന്നു 2 ഇവൻറ്റുകൾ, എ എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ്, ബി എന്ന് പറഞ്ഞ വേറൊരു ഇവൻറ്റ്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഇവൻറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എന്ന ഇവൻറ്റ് സംഭവിക്കാനുള്ള സാധ്യത, അതല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ എ സംഭവിക്കാനുള്ള സാധ്യത. അപ്പോൾ ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ മറ്റൊരു ഇവൻറ്റ് നടക്കാനുള്ള സാധ്യത, അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് ബി ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്, ബി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സംഭവിക്കാനുള്ള സാധ്യത എന്താണ്, അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയും. അപ്പോൾ അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ബോർഡിൽ കാണാം, പ്രോബബിലിറ്റി ഓഫ് എ സ്ലാഷ് ബി. വായിക്കേണ്ടത് സ്ലാഷ് ബി എന്നല്ല, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ എഴുതുമ്പോൾ അത് പ്രോബബിലിറ്റിക്കൽ നൊട്ടേഷനിൽ പി ഓഫ് എ ഒരു സ്ലാഷ് ചിഹ്നം ഉപയോഗിക്കുന്നു, പക്ഷേ അത് സ്ലാഷ് എന്നല്ല വായിക്കേണ്ടത്, എ ഗിവൺ ബി എന്നാണ് പറയേണ്ടത്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ബി ബൈ പി ഓഫ് ബി. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് ബി ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ given b. It is denoted as p of a given b, which is equal to p of ab by p of b, where the denominator p of b ഒരിക്കലും 0 വരാൻ പാടില്ല. അതല്ലെങ്കിൽ അത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, പ്രോബബിലിറ്റി എപ്പോഴും നോൺ നെഗറ്റീവ് വരാൻ പാടുള്ളൂ. ഇവിടെ ഒരു സവിശേഷത കൂടിയുണ്ട്, പി ഓഫ് ബി 0 വരികയാണെങ്കിൽ അത് നിലനിൽക്കില്ല, അങ്ങനെയും പറയാം. ഒരു കണ്ടീഷൻ എപ്പോഴും ചേർത്ത് പറയേണ്ടതുണ്ട്, പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 എന്നുകൂടി ഈ നിർവചനത്തിൻ്റെ ഒപ്പം പറയേണ്ടതുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി, വേർ പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0. സിമിലർലി conditional probability of b given a, which is denoted as p of b slash a. So probability of b given a is equal to p of ab divided by p of a, where p of a not equal to 0. അപ്പോൾ ഇത് ഈ ഒരു ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതിൽ എന്താണ് പി ഓഫ് എ ബി എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാം, അല്ലെങ്കിൽ പി ഓഫ് എ ആൻഡ് ബി എന്നും പറയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇനി പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ അത് വ്യക്തത വരുത്താവുന്നതാണ്. ഇനി ഇവിടെ ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ എ എന്നുള്ള ഇവൻറ്റും ബി എന്ന് പറഞ്ഞ വേറൊരു ഇവൻറ്റും, ഈ എ എന്ന ഇവൻറ്റും ബി എന്ന ഇവൻറ്റും തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ? എ സംഭവിച്ചത് ബി എ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പ്രസക്തിയുള്ളൂ, കണ്ടീഷണൽ പ്രോബബിലിറ്റി. അങ്ങനെ ഇല്ല എങ്കിൽ ആ കണ്ടീഷന് ഒരു അർത്ഥമില്ലാതാവും. അത്തരം കേസുകളിലാണെങ്കിൽ, അതായത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇഫ് എ ആൻഡ് ബി ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ്, അതർവൈസ് വി ക്യാൻ സേ ദാറ്റ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. എ സംഭവിച്ച് ബി എ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബിക്ക് തുല്യമായിരിക്കും. അവിടെ കണ്ടീഷൻ ചെയ്തതിന് ഒരു എഫക്റ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയാൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നത് പി ഓഫ് ബി ആയിരിക്കും. അതേപോലെ തന്നെ പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞ പോലെ പി ഓഫ് എ ഗിവൺ ബി, അവിടെയും പറയാം എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, അതായത് ബി സംഭവിച്ചത് എയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് പറയാം എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എയും
പി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പി ഓഫ് ബിയും ആയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ നമ്മുടെ ഡെഫിനേഷനിലേക്ക് വരാം. കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി, നമുക്കറിയാം ഫോർമുല പി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി, വേർ പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0. ഇതിൽ ഡിനോമിനേറ്ററിനെ നമ്മൾ അപ്പുറത്തേക്ക് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കി നോക്കൂ. പി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പി ഓഫ് ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ബി എന്ന് ലഭിക്കും. ഇതേപോലെ അടുത്ത ഫോമുല പി ഓഫ് ബി ഗിവൺ എയുടെ ഫോമുല നമുക്ക് ഇതേമാതിരി മാറ്റി എഴുതാൻ നോക്കാം. പി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പി ഓഫ് എ ബി ബൈ പി ഓഫ് എ. നേരത്തെ ചെയ്ത പോലെ പി ഓഫ് എനെ വലത് ഭാഗത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുപോകുന്നു, ഐ മീൻ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു ഇടത് ഭാഗത്തേക്ക്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ഈസ് ഈക്വൽ ടു പി ഓഫ് എ ബി എന്ന് ലഭിക്കും. അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് ഇക്വേഷനും ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാവുന്നതാണ്. പി ഓഫ് എ ബി എന്നുള്ളത് പി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ, അഥവാ പി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. ഇത്തരത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ അടുത്തൊരു തിയറമായി നമ്മൾ ഇതിനെ അറിയപ്പെടുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കുറൻസ് ഓഫ് ബോത്ത് എ ആൻഡ് ബി എന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊരു തിയറമായി ഇതിനെ വ്യാഖ്യാനിക്കാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഒക്കുറൻസ് ഓഫ് ബോത്ത് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ, ഓർ which is also obtained by P of B into P of A given B എന്ന് പറയാം. This is known as the multiplication theorem of probability. പ്രോബബിലിറ്റിയിലെ മൾട്ടിപ്ലിക്കേഷൻ ഗുണന സിദ്ധാന്തം എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തെ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ പറയാം എ ആൻഡ് ബി ആർ എനി ടു ഇവൻറ്റ്സ് ഇൻ എ സാമ്പിൾ സ്പേസ്, then probability of occurrence of both A and B which is equal to P of AB which is which is obtained as P of AB is equal to P of A into P of B given A, or P of B into P of A given B. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ ഫോമുലയിൽ എന്ത് സംഭവിക്കും? കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് പി ഓഫ് എ ഗിവൺ ബി, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയാൽ പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ പി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു പി ഓഫ് ബി എന്നും പറഞ്ഞിരുന്നു. ആ ഒരു കണ്ടീഷൻ ഈ തിയറത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പി ഓഫ് എ ബി നമുക്കറിയാം, ഇതിൽ പി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എ ബി ഗിവൺ എക്ക് പകരം അവിടെ പി ഓഫ് ബി എന്ന് എഴുതിയാൽ മതിയാവും. ഓർക്കുക, എയും ബിയും അവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്. അതേപോലെ താഴെ ആ ഫോമുലയിലും മാറ്റം വരുന്നു. പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി എന്നതിന് പകരം പി ഓഫ് എ എന്ന് മാത്രം എഴുതിയാൽ മതിയാവും. അപ്പോൾ നോക്കുക, രണ്ട് ഇക്വേഷൻ നോക്കിയാൽ അറിയാം, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയാൽ പി ഓഫ് എ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, അഥവാ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ രണ്ടും സെയിം ആണ്. അപ്പോൾ ജനറലി നമുക്ക് പറയുകയാണെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. ആൻഡ് which is known as the multiplication theorem of probability for independent case or independent events. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ നേരത്തെ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തെ ഇങ്ങനെയും വ്യാഖ്യാനിക്കാം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ. ദിസ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് അറിയപ്പെടാറുണ്ട്. അപ്പോൾ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, ദെൻ ദ മൾട്ടിപ്ലിക്കേഷൻ തിയറം ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് പി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു P of A into P of B, and this is also known as the condition for independent events. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിന് വേണ്ടിയുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണോ എന്നറിയാനുള്ള കണ്ടീഷനായിട്ടും ഇത് അറിയപ്പെടാറുണ്ട്. ഇനി നമുക്ക് ഇതിനെ തുടർന്നുള്ള ചില ന്യൂമറിക്കൽ പ്രോബ്ലംസിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം, ലെറ്റ് എ ആൻഡ് ബി ആർ എനി ടു ഇവൻറ്റ്സ് സച്ച് ദാറ്റ് പി ഓഫ് എ is equal to 0.5, P of B is equal to 0.4, P of A and B is equal to 0.2. Find P of
A given B and P of B given A. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. നമുക്കാദ്യം ചോദിച്ചത് പി ഓഫ് എ ഗിവൺ ബിയും പി ഓഫ് ബി ഗിവൺ എയും കണ്ടീഷണൽ പ്രോബബിലിറ്റികളാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർമുല എഴുതുന്നു. പി ഓഫ് എ ഗിവൺ ബി നമുക്കറിയാം. പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ബി ബൈ പി ഓഫ് ബി. പി ഓഫ് എ ബിയുടെ വില ആരോപിക്കുന്നു 0.2 ഡിവൈഡ് ബൈ പി ഓഫ് ബി വില 0.4. അപ്പോൾ ഉത്തരം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.5. ഇതേപോലെ പി ഓഫ് ബി ഗിവൺ എയും കണ്ടെത്താം. പി ഓഫ് ബി ഗിവൺ എ ഫോർമുല പി ഓഫ് എ ബി ബൈ പി ഓഫ് എ. രണ്ട് വിലകളും ആരോപിക്കുന്നു 0.2 ബൈ 0.5. ആൻസർ 0.4 എന്ന് ലഭിക്കുന്നു. വളരെ എളുപ്പം ചെയ്യാവുന്ന പ്രോബ്ലമാണ്. സാധാരണ എക്സാമിന് ചോദിക്കാറുള്ള ഒരു ടൈപ്പുമാണ്. അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. A and B are two ends with P of A 3/8, P of B 5/8 and P of AB അഥവാ A and B is equal to 1/4. Find P of A given B and P of B given A. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പ്രോബ്ലം ചെയ്യാം. ഇവിടെ ആൻസർ പറയുന്നതാണ്, നിങ്ങൾ ചെയ്തു നോക്കുക. ആൻസർ കിട്ടുന്നത് ചെക്ക് ചെയ്യാം. ആൻസർ പി ഓഫ് എ ഗിവൺ ബി സമം 0.40 ലഭിക്കുന്നതായിരിക്കും. ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയാൽ ഉത്തരം 0.40 എന്ന് ലഭിക്കണം. അതേപോലെ പി ഓഫ് ബി ഗിവൺ എ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഉത്തരം 0.67 എന്ന് ലഭിക്കും. പ്രോബ്ലംസ് എത്രയും ചെയ്യുന്നോ അത്രയും പ്രോബബിലിറ്റിയിൽ ഗുണകരമാവും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു പ്രോബ്ലം നോക്കാം. പി എയും ബിയും രണ്ട് ഇവൻറ്റുകൾ തന്നെ. പി ഓഫ് എ തന്നിട്ടുണ്ട് 0.21, പി ഓഫ് ബി തന്നിട്ടുണ്ട് 0.29 ആൻഡ് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 0.45. ചോദ്യം കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ പി ഓഫ് എ ഗിവൺ ബി ആൻഡ് പി ഓഫ് ബി ഗിവൺ എ കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് കാണാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം പി ഓഫ് എ ഗിവൺ ബി കാണുന്നതിന് പി ഓഫ് എ ബി വേണം, പി ഓഫ് ബിയും വേണം. പി ഓഫ് എ ബി തന്നിട്ടില്ല, പകരം പി ഓഫ് എ യൂണിയൻ ബിയും പി ഓഫ് എയും പി ഓഫ് ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പി ഓഫ് എ ബി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ പി ഓഫ് എ ബി കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞ പ്രോബബിലിറ്റി ക്ലാസ്സിൽ പഠിച്ച അഡീഷൻ തിയറത്തിന് ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കറിയാം അഡീഷൻ തിയറം എന്താണെന്നുള്ളത്. പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ അത് പ്രകാരം തന്നിരിക്കുന്ന വിലകൾ ആരോപിക്കുക. ആരോപിച്ചു കഴിഞ്ഞാൽ പി ഓഫ് എ ബിയുടെ വില നമുക്ക് ലഭിക്കും. കണ്ടുപിടിക്കുക. പി ഓഫ് എ ബി ഇസ് ഈക്വൽ ടു 0.05 എന്ന് ലഭിക്കും. ഇനി ഇപ്പോൾ പി ഓഫ് എ ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ബാക്കിയെല്ലാം കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ ചെയ്ത പോലെ പി ഓഫ് എ ഗിവൺ ബിയും പി ഓഫ് ബി ഗിവൺ എയും ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ചോദ്യം സ്ഥിരമായി പരീക്ഷകളിൽ കാണുന്ന ഒരു ടൈപ്പാണ്. ഇവിടെ അഡീഷൻ തിയറം ഉപയോഗിക്കണമെന്നുള്ള സംഗതി കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഉത്തരം പി ഓഫ് എ ഗിവൺ ബിയുടെ ഉത്തരം തരുന്നു. നിങ്ങൾ ചെയ്തു നോക്കുക, വെരിഫൈ ചെയ്യുക. ഉത്തരം 0.172 ആയിരിക്കും പി ഓഫ് എ ഗിവൺ ബി ഉത്തരം കിട്ടുക. അതേപോലെ പി ഓഫ് ബി ഗിവൺ എ കണ്ടു കഴിഞ്ഞാൽ 0.23 എന്ന ഉത്തരവും ലഭിക്കും. വ്യത്യസ്തമായ ഒരു പ്രോബ്ലം കൂടി ചർച്ച ചെയ്യുകയാണ് ഈ ഭാഗത്ത്. പി ഓഫ് എ 1/3 തന്നിരിക്കുന്നു, പി ഓഫ് ബി 1/4 എന്ന് തന്നിരിക്കുന്നു. പി ഓഫ് എ ഗിവൺ ബി, അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി തന്നിരിക്കുന്നു. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി which is equal to 1/6. Then find P of B given A. അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എ ഗിവൺ ബി തന്നിട്ടുണ്ട്, പി ഓഫ് എയും പി ഓഫ് ബിയും തന്നിരിക്കുന്നു. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ കാണാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെയും പി ഓഫ് എ ബി തന്നിട്ടില്ല. സോ പി ഓഫ് എ ബി കാണുന്നതിനായി നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താവുന്നതാണ്.
പി ഓഫ് എ ബി കാണുന്നതിന് വേണ്ടി പി ഓഫ് എ ഗിവൺ ബി തന്നിട്ടുണ്ട്. പി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ബി ബൈ പി ഓഫ് ബി എന്ന് നമുക്കറിയാം. തന്നിരിക്കുന്ന വിലകൾ ആരോപിക്കുന്നു. അപ്പോൾ പി ഓഫ് എ ബി നമുക്ക് 0.4042 എന്ന് ലഭിക്കും. പി ഓഫ് എ ബി ലഭിച്ചു കഴിഞ്ഞാൽ മുൻ പ്രോബ്ലങ്ങളിൽ ചെയ്ത പോലെ പി ഓഫ് ബി ഗിവണെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയില്ല. അപ്പോൾ ആൻസർ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തരുന്നു. പി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു 0.13. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നു. ഇഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0.5, പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 0.4. ഫൈൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. നമുക്കറിയാം ഇഫ് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കണം. അപ്പോൾ ഇവിടെ പി ഓഫ് എയുടെ വില തന്നിട്ടുണ്ട്, പി ഓഫ് ബിയുടെ വില തന്നിട്ടുണ്ട്. പി ഓഫ് ബി എ ബി കണ്ടെത്തുക വേണ്ടു. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ഡയറക്റ്റ് പ്രോബ്ലമാണ്. പി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇനി മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ ഒരു അപ്ലിക്കേഷനിലേക്കാണ് പോകുന്നത്. ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ബാഗിൽ 2 നീലപ്പന്തുകളും 2 ബ്ലൂ ആൻഡ് 3 റെഡ് ബോൾസ് ഉണ്ട്. ഒരു ബാഗിൽ 2 ബ്ലൂ ആൻഡ് 3 റെഡ് ബോൾസ്. 2 balls are drawn at random, one after the other, without replacement. Find the probability that both balls drawn are blue. ഒരു ബാഗിൽ 2 നീലപ്പന്തുകളും 3 ചുവന്ന പന്തുകളും ഉണ്ട്. 2 പന്തുകൾ എടുക്കുന്നു. ആ പന്തുകൾ എങ്ങനെ എടുക്കണമെന്ന് കൂടി നോക്കണം. വൺ ആഫ്റ്റർ അതർ, ഒന്നിന് പുറകെ മറ്റൊന്ന്, അതല്ലെങ്കിൽ ഒന്ന് എടുത്തതിന് ശേഷമാണ് അടുത്തത് എടുക്കുന്നത്. 2 ഒരുമിച്ചല്ല എടുക്കുന്നത്. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ ഒരു വാക്കുകൂടിയും പറയുന്നു. എന്ന് വെച്ചാൽ ആദ്യം ഒരു പന്ത് എടുക്കുന്നു, അത് തിരിച്ച് വയ്ക്കുന്നില്ല, എന്നിട്ട് രണ്ടാമതൊരു പന്ത് കൂടിയും എടുക്കുന്നു. അപ്പോൾ 2 സംഭവങ്ങൾ അവിടെ നടക്കുന്നു, ഒന്നിന് പുറകെ ഒന്നായി. എ എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു സംഭവം, ബി എന്ന് പറഞ്ഞ രണ്ടാമതൊരു സംഭവം. ഇത് രണ്ടും ഒരുമിച്ച് നടക്കണം. അതാണ് ഇപ്പോൾ ചോദ്യം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബോൾസ് ആർ ബ്ലൂ. 2 പന്തുകളും ബ്ലൂ ആവാനുള്ള സാധ്യത. ആദ്യമെടുത്തതും ബ്ലൂ ആവണം, രണ്ടാമതെടുത്തതും ബ്ലൂ ആവണം. ആദ്യമെടുത്തതിനെ നമ്മൾ എ എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ എ റെപ്രസെൻറ്റ്സ് ദ ഫസ്റ്റ് ഡ്രോൺ ബോൾ ഈസ് ബ്ലൂ. ബി റെപ്രസെൻറ്റ്സ് സെക്കൻഡ് ഡ്രോൺ ബോൾ ഈസ് ബ്ലൂ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബോൾസ് ആർ ബ്ലൂ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് first ball blue and probability of probability of first ball blue and second ball blue. So that is equal to P of AB, P of A and B എന്ന് വരും. അതായത് P of AB എന്ന് കാണാം. P of AB എന്ന് പറഞ്ഞാൽ നമുക്കവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം അപ്ലൈ ചെയ്യാം. നമുക്കറിയാലോ P of AB ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ തിയറം കേട്ടതാണ്. P of AB ഈസ് ഈക്വൽ ടു 2 ഫോർമുലയുണ്ട് അവിടെ. P of A ഇൻറ്റു P of B ഗിവൺ A, അത് അല്ലെങ്കിൽ P of B ഇൻറ്റു P of A ഗിവൺ B. ഇവിടെ A എന്ന ഇവൻ്റ് ആദ്യം നടക്കുന്നത് കൊണ്ട് രണ്ടാമത് പറഞ്ഞ ഫോർമുല വേണ്ട. അതായത് 2 ഭാഗങ്ങളുണ്ട് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ. ആദ്യത്തെയാണ് നമ്മൾ എടുക്കുന്നത്, കാരണം A എന്ന ഇവൻ്റാണ് ആദ്യം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ P of AB ഈസ് ഈക്വൽ ടു P of A ഇൻറ്റു P of B ഗിവൺ A എന്ന ഫോർമുല സ്വീകരിക്കാം. അപ്പോൾ P of AB ഈസ് ഈക്വൽ ടു P of A ഇൻറ്റു P of B ഗിവൺ A. P of A എന്ന് പറഞ്ഞാൽ ആദ്യം എടുക്കുന്ന പന്ത് ബ്ലൂ ആവാനുള്ള സാധ്യത. സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രോബിലിറ്റി പ്രോബ്ലം പോലെ ഒരു ബാഗിലാകെ 2 ബ്ലൂ ബോളുകളും 3 റെഡ് ബോളുകളാണുള്ളത്. അതിൽ നിന്നൊരു ബ്ലൂ ബോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ബ്ലൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 പേരാണുള്ളത്. അപ്പോൾ 2 ഡിവൈഡ് ബൈ ടോട്ടൽ പന്തുകൾ 5, അപ്പോൾ 2/5 എന്ന് കാണാം. അതിനുശേഷം ആ പന്ത് എടുത്ത് തിരിച്ചു വയ്ക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് P of B ഗിവൺ A കാണാൻ വളരെ ശ്രദ്ധയോടെ നമ്മൾ പോകണം. അവിടെ A എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. എന്ന് വെച്ചാൽ A എന്ന് സംഭവിച്ചിരിക്കുന്നു, A സംഭവിപ്പിക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. A എന്ന് പറഞ്ഞാൽ ഒരു പന്ത് എടുക്കുന്നു, തിരിച്ചു വയ്ക്കുന്നില്ല എങ്കിൽ പന്ത് ഒരെണ്ണം കുറഞ്ഞു. ഏത് പന്ത് കുറഞ്ഞു?
ബ്ലൂ ബോളിൽ നിന്ന് 1 കുറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പന്ത് 4 മാറിയിരിക്കുന്നു. ബ്ലൂ ഒരെണ്ണം കുറഞ്ഞിട്ടുമുണ്ട്. ഇനി അതിൽ നിന്നാണ് അടുത്ത ബ്ലൂ പന്ത് എടുക്കുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ബിയുടെ സാധ്യതയാണ് കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ ബാക്കി വരുന്ന ഒരെണ്ണം മാറ്റിയതിന് ശേഷമുള്ള ബാക്കി ബോളുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു ബ്ലൂവും പിന്നെ 3 റെഡുമാണുള്ളത്, ആകെ 4 പന്തുകളുണ്ട്. അതിൽ നിന്ന് ഒരു ബ്ലൂ ബോൾ എടുക്കണമെങ്കിൽ സാധ്യത എന്ന് പറയുന്നത് ഒരു ബ്ലൂ ബോളാണുള്ളത് 1/4 എന്ന് കാണാം. അതായത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. അപ്പോൾ പി ഓഫ് എ കിട്ടി, പി ഓഫ് ബി ഗിവൺ എയും കിട്ടി. നേരെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ ആരോപിക്കുന്നു. അപ്പോൾ ഉത്തരം ലഭിക്കുന്നു 2/5 ഇൻറ്റു 1/4 സമം 1/10 എന്ന് ലഭിക്കും. ഇനി ഇതേപോലെ ഒരു പ്രോബ്ലം അടുത്ത പ്രോബ്ലത്തിലേക്ക് നോക്കാം. ദ സെയിം പ്രോബ്ലം, കണ്ടീഷൻ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അവിടെ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്നുള്ളതിന് പകരം വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്നുകൂടി ആക്കുന്നു. പ്രോബ്ലം നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് 2 blue ball and 3 red balls. 2 balls are drawn at random, one after other, with replacement. നേരത്തെ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആയിരുന്നു, ഇപ്പോൾ വിത്ത് റീപ്ലേസ്മെൻ്റ് ആയി. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബോൾസ് ഡ്രോൺ ആർ ബ്ലൂ. നേരത്തെ അതേപോലെയാണ്, ഒരു കണ്ടീഷൻ മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. വിത്തൗട്ട് മാറി വിത്തായി എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ എ ഡിഫൈൻ ചെയ്യുന്നു, ഫസ്റ്റ് ബോൾ ബ്ലൂ. ബി ഡിഫൈൻ ചെയ്യുന്നു, സെക്കൻഡ് ബോൾ ബ്ലൂ. Then probability of both balls are blue is equal to P of A and P of A and B, that is P of AB. Again we have to apply the multiplication theorem. ഇവിടെയും എ ആണ് ആദ്യം സംഭവിക്കുന്നത്, അതുകൊണ്ട് P of AB is equal to P of A into P of B given A സ്വീകരിക്കുന്നു, ആ ഫോർമുല എടുക്കുന്നു. സോ P of A കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ അവിടെ നോക്കൂ, ആ ബാഗിലാകെ 2 ബ്ലൂവും 3 റെഡ് ബോളുകളാണ് ഉള്ളത്. ബ്ലൂ ബോളാണ് എടുക്കുന്നത്, അപ്പോൾ 2 ബ്ലൂ ബോളാണുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേപോലെ തന്നെ 2/5 എന്ന് കാണാം. അടുത്തത് പി ഓഫ് ബി ഗിവൺ എ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ എ സംഭവിച്ചു കഴിഞ്ഞാൽ ബിയുടെ സാധ്യത എന്ത്. എ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ഒരു പന്ത് എടുത്തു തിരിച്ചു വയ്ക്കുന്നു, വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. നേരത്തെ തിരിച്ചു വയ്ക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പന്ത് എടുക്കുന്നു, ആ പന്ത് തിരിച്ചു വെച്ചാൽ പഴയ പോലെ തന്നെയായി. ആ ബാഗിൽ വീണ്ടും 2 ബ്ലൂ ബോളുമുണ്ട്, 3 റെഡ് ബോളും ഉണ്ട്. അപ്പോൾ കണ്ടീഷൻ അവിടെ ആദ്യത്തെ കണ്ടീഷൻ രണ്ടാമത്തേനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എ സംഭവിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് എടുത്ത പന്ത് തിരിച്ചു വെച്ചാൽ പഴയ പോലെയാകുന്നു. ഇനി അതൊന്നൊരു ബ്ലൂ ബോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും 2 ബ്ലൂ ബോൾ അവിടെയുണ്ട്, ആകെ 5 ബോളുകളുമുണ്ട്. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു 2/5 എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രോബബിലിറ്റിയും രണ്ടാമത്തെ പി ഓഫ് എയും പി ഓഫ് ബി ഗിവൺ എയും ഒരേ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. കാരണം അത് എടുത്ത പന്ത് തന്നെ തിരിച്ചു വെക്കുന്നതുകൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് കേസ് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. ആദ്യത്തെ ഇവൻ്റ് സംഭവിച്ചത് രണ്ടാമത്തെ ഇവൻറ്റിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് ഓർക്കുക. അപ്പോൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് കേസുകളാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഇവൻറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആവും എന്നുള്ള ഒരു ധാരണ കൂടി ഈ പ്രോബ്ലത്തിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ബി നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അതല്ലാതെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. സോ ആൻസർ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പോലെ ആൻസർ ശ്രദ്ധിക്കുക, 2/5 ഇൻറ്റു 2/5 ദാറ്റ് ഈസ് 4/25. അപ്പോൾ ധാരാളം പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതിലുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ ശ്രമിക്കുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നിങ്ങൾ ഒന്ന് കണ്ണോടിച്ച് പോകുന്നത് നല്ലതായിരിക്കും. അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. പ്രോബബിലിറ്റി എന്നുള്ള പാഠഭാഗം പഠിക്കുന്നതിന് കൂടുതൽ കുറേ പ്രോബ്ലംസ് ചെയ്ത് ശീലിക്കേണ്ടതുണ്ട്. അതിന് സഹായമായ ക്ലാസ്സുകളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. പ്രോബ്ലംസ് എല്ലാം വളരെ ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുക. സംശയങ്ങൾ നിങ്ങളെ ക്ലാസ് എടുക്കുന്ന അധ്യാപകരുമായി ചർച്ച ചെയ്യുക, അവരുമായി സംവദിക്കുക. നിരന്തരം ക്ലാസ്സുകൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും എല്ലാവർക്കും ശുഭാശംസകൾ നേരുന്നു. നന്ദി.